ഈ റൊണാൾഡോ, മെസ്സി അങ്ങനത്തെ ലോകോത്തര പ്ലേയേഴ്സ് കളിക്കുമ്പോൾ അങ്ങനെ ഇഞ്ചുറി കാണാറില്ല. ഉം. പക്ഷേ നമ്മുടെ നാട്ടിലേക്കുമ്പോൾ കളിക്കുമ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഇഞ്ചുറി ആവുന്നത്? നമ്മുടെ നാടുകളിൽ കളിക്കുന്ന ആളുകൾ പ്രത്യേകിച്ചും പ്രൊഫഷണൽ ആയിട്ട് കളിക്കുന്ന ആൾക്ക് അത്ര ഇഞ്ചുറി ഇല്ല. പക്ഷെ പ്രായം കൂടിയ ആളുകൾ 8-10 വർഷം ഗൾഫിലൊക്കെ പോയി നിന്ന് നാട്ടിൽ വന്ന് പിന്നെ പെട്ടെന്ന് അങ്ങ് സുപ്രഭാതത്തിൽ ടർഫിൽ പോയി കളിക്കുന്ന ആളുകൾക്കൊക്കെ എൻ്റെ ക്ലിനിക്കിൽ ഒരുപാട് പേഷ്യൻസ് 40-45 വയസ്സുള്ള ആളുകൾക്ക് ACL ടീയർ വളരെ കൂടുതലാണ്. കാരണം അവർ പ്രത്യേകിച്ച് അവരുടെ ലോവർ ലിംബ് നാടിൻ്റെ കീഴ്പെട്ട് തൊട അല്ലെങ്കിൽ നമ്മുടെ ഹാംസ്ട്രിങ് ക്വാഡ്രിസെപ്സ് ഒന്നും പ്രത്യേകം സ്ട്രെങ്തൻ ചെയ്യാതെ പോയിട്ട് കളിക്കുന്ന ആളുകളാണ്. പ്രത്യേകിച്ച് വാമപ്പയ്യെ എക്സസൈസ് ചെയ്യാനൊന്നും ചെയ്യാതെ പോയിട്ട് ഫുട്ബോൾ കളിക്കുമ്പോൾ പെട്ടെന്ന് അത് അവരുടെ ഈ ലിഗമെന്റ് പൊട്ടാൻ കാരണമാവും. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ ടർഫുകൾക്ക് അതിന് വേണ്ട അത്ര ഒരു ക്വാളിറ്റി ഇല്ല. എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗ്രാസ് ആണെങ്കിലും ഗ്രാസിൻ്റെ അടിയിൽ ഉപയോഗിക്കുന്ന റബ്ബർ പുഷ് ഒന്നും പ്രോപ്പർ അല്ല. അതുപോലെ തന്നെ ഈ ടർഫിൽ കളിക്കാൻ സ്പെഷ്യലായിട്ട് ഉപയോഗിക്കേണ്ട ബൂട്ടുകളുണ്ട്. അതൊന്നല്ല നമ്മുടെ നാട്ടിൽ അത് ഉപയോഗിക്കുന്നുണ്ടാകുക. അതുകൊണ്ട് തന്നെ ഈ കോമൺ ഇഞ്ചുറി അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ എല്ലാവർക്കും ACL ടീയർ ഉണ്ടായിരിക്കും. ഇത് കൂടാതെ ഹാംസ്ട്രിങ് ഇഞ്ചുറി, ആംഗിൾ ഇഞ്ചുറി ഒക്കെയാണ് എല്ലാവർക്കും ഉണ്ടാകും. നമ്മൾ കാല് പടം മറിഞ്ഞു എന്നൊക്കെ പറഞ്ഞ പോലെ. ഇതിന് പരിഹാരമായിട്ട് നമുക്ക് ഫിഫ പുറത്തിറക്കിയ F11 റൂൾസ് തന്നെ ഉണ്ട്. ശരിക്കും എക്സസൈസ് ചെയ്യേണ്ടത് എങ്ങനെ അല്ലെങ്കിൽ വാം ചെയ്യേണ്ടത് എങ്ങനെയെന്നുള്ള പ്രത്യേകിച്ചുള്ള റൂൾസ് തന്നെ ഉണ്ട്. ഫുട്ബോൾ കളിക്കുന്ന ആളുകൾക്ക് നമ്മുടെ ഈ ഹാംസ്ട്രിങ് ആയാലും നമ്മുടെ ക്വാഡ്രിസെപ്സ് ആണെങ്കിലും കാഫ് മസിലൊക്കെ നല്ല സ്ട്രോങ് ആയിരിക്കണം. അല്ലെങ്കിൽ പെട്ടെന്ന് ഇഞ്ചുറി വരും. എല്ലാ ലോഡും ശരീരത്തിന് കംപ്ലീറ്റ് ലോഡും മുട്ടിലോട്ട് വരുമ്പോഴാണ് ACL ടീയർ ഒക്കെ പെട്ടെന്ന് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ പ്രോപ്പർ എക്സസൈസ് നിർബന്ധമാണ്. ഇനി അതല്ലെങ്കിൽ ഒരു ഫിസിയോയുടെ ഹെൽപ്പ് തേടിയിട്ട് വേണം അത് ചെയ്യാൻ.